ഒരു സത്രത്തിൽ താമസിക്കുന്നു. സത്രത്തിൽ സംഭവിക്കുന്ന ഉദ്വേഗജനകമായ രംഗങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹേ ക്ലിയോപാസ്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ തിടുക്കത്തിൽ എമ്മാവുസിലേക്ക് പോകുന്നത്? ജെറുസലേമിൽ ഇനി എന്തൊക്കെയാ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഗുരുവിനെ അവർ ക്രൂശിച്ചു. ഇനി അവരുടെ ലക്ഷ്യം അവന്റെ ശിഷ്യന്മാരായിരിക്കും. ഇനി ജെറുസലേമിൽ നിൽക്കുന്ന ബുദ്ധിയല്ല. അതുകൊണ്ട് നമുക്ക് വേഗം എമ്മാവുസിൽ എത്തണം. എന്നാൽ നമ്മൾ ഈ സത്രത്തിൽ നിൽക്കുന്നത് സുരക്ഷിതമാണോ? ഈ സ്ഥലത്ത് കലാപകാരികളുടെ ആക്രമണങ്ങൾ നിരവധി ഉണ്ടായതല്ലേ? അത് ശരിയാണ്. എല്ലാം സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റില്ല. കരുതിയിരിക്കണം. ആരാണ്? ഞാനാണ് മേരി മഗ്ദലിൻ. അകത്തേക്ക് വരൂ. എന്താണ് ഇത്ര ധൃതി? അതെ, ഒരു പ്രധാന കാര്യമുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ യേശുവിൻ്റെ കല്ലറയിൽ പോയിരുന്നു. യേശു കല്ലറയിൽ ഇല്ല. ഒരു മാലാഖ അവിടെയുണ്ടായിരുന്നു. യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടോ? കണ്ടു. ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. തോട്ടക്കാരനാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ സംസാരം കേട്ടതോടെ ഞങ്ങൾക്ക് മനസ്സിലായി അത് യേശു ആണെന്ന്. കല്ലറയിൽ കാവൽക്കാരുണ്ടായിരുന്നില്ലേ? ഇല്ല, അവിടെ കാവൽക്കാരുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ കല്ലറയ്ക്കു മുകളിലെ കല്ല് മാറ്റിയിരുന്നു. എങ്കിലൊരു വലിയ പ്രശ്നമുണ്ട്. യേശുവിനെ നമ്മൾ എടുത്തു കൊണ്ടുപോയെന്ന് അധികാരികൾ കരുതും. നമ്മളെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. കാവൽ നിന്നിരുന്ന പടയാളികൾ അങ്ങനെ പറയാനേ സാധ്യതയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യണം. പീലാത്തോസിന്റെ ഭാര്യയോട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയണം. നമ്മുടെ അറസ്റ്റ് ഒഴിവാക്കി തരണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് പോകാം. പീലാത്തോസിന്റെ ഭാര്യ എൻ്റെ സുഹൃത്താണ്. ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നിങ്ങൾ സമയം കളയാതെ വേഗം പോയിക്കൊള്ളൂ. കാവൽക്കാർ നമ്മുടെ പേര് തന്നെ പറയും. അവരുമായി തർക്കത്തിന് പോകരുതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ? ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എന്റെ കൺട്രോൾ പോയതാ. ഇനി വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ. വാതിൽ തുറക്കൂ. ആരാണ് നിങ്ങൾ? ഞാൻ ബറാബാസ്. ശബ്ദം കേട്ട് മനസ്സിലായില്ലേ? നീ പോയി വാതിൽ തുറക്കൂ, ഞാൻ നോക്കിക്കൊള്ളാം. ബറാബാസ്, എന്താണ് നിങ്ങൾ ഇവിടെ? അടുത്ത കൊലപാതകത്തിന് വന്നതാണോ? അല്ല, നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. രക്ഷിക്കാനോ? എന്തിന്? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയാം. നിങ്ങൾ നസറായനായ യേശുവിന്റെ ശിഷ്യന്മാരില്ലേ? നിങ്ങൾ വലിയ അപകടത്തിലാണ്. നിങ്ങളെ പിടിക്കാൻ ശതാധിപനും ഭരണാധികാരികളും ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. ഏതു നിമിഷവും പട്ടാളം ഇവിടെ എത്തും. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആര് പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കാൻ? പുതിയ കൊലപാതക പദ്ധതിയുമായി വന്നിരിക്കുകയാണോ? ഏത് കലാപമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മിസ്റ്റർ ബറാബാസ്? ശരിയാണ്, ഞാൻ കൊലപാതകിയും കലാപകാരിയുമായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല. നിങ്ങൾ മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന യേശുവാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. എന്ത്? നിങ്ങൾ യേശുവിനെ കണ്ടോ? എനിക്കല്ല, എന്റെ രണ്ട് കൂട്ടുകാർക്ക്. എന്റെ രണ്ട് കൂട്ടുകാർക്കും അവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവരും നിങ്ങളെ രക്ഷിക്കാൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങൾക്ക് ബോധ്യമായില്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കാം. അവർ പുറത്ത് കാത്തു നിൽക്കുന്നു. ശരി, ഇപ്പോൾ തമാശ പറയാൻ നേരമില്ല. എന്നാൽ അവരെ അകത്തോട്ട് വിളിക്കൂ.
നിങ്ങൾ യേശുവിനൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളന്മാരല്ലേ? നിങ്ങളുടെ കണങ്കാലുകൾ തേർത്തതല്ലേ? നിങ്ങൾ എങ്ങനെ സുഖപ്പെട്ടു? ഉദ്ധിതനായ യേശു ഞങ്ങളെ സുഖപ്പെടുത്തി. മാത്രമല്ല, ഞങ്ങൾക്കൊരു ദൗത്യവും തന്നു. നിങ്ങൾ ഒരു അപകടത്തിലാണെന്ന് അവരെ രക്ഷിക്കാൻ ഞങ്ങളുടെ ഗുരുവായ ബറാബാസിനോട് പറയാനും പറഞ്ഞു. ഞങ്ങൾ ബറാബസിന്റെ അടുത്തെത്തിയപ്പോൾ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബറാബാസിനെയാണ് കണ്ടത്. അവനും സ്വപ്നത്തിൽ യേശുവിന്റെ ദർശനമുണ്ടായി. ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ചു. യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് ഞാൻ കേൾക്കുന്നത്? ശിഷ്യന്മാർക്ക് മുൻപേ പാപികൾക്ക് പ്രത്യക്ഷപ്പെട്ടെന്നോ? അത്ഭുതം തന്നെ. നീതിമാന്മാർക്കല്ല, പാപികളെ തേടിയാണ് ഞാൻ വന്നത് എന്ന് അവിടുന്ന് പണ്ടേ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്തായാലും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ യേശു എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് വരെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അല്ലേ ശിമയോൻ? അതെ, ഇവരെല്ലാം കള്ളന്മാർ തന്നെ. അവരുടെ വാക്കുകൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇവർ നമ്മളെ വെച്ച് മറ്റൊരു കലാപ പദ്ധതി തയ്യാറാക്കുകയാണെങ്കിലോ? ഞങ്ങൾ കള്ളന്മാരായിരുന്നു, അത് സത്യം തന്നെ. പക്ഷേ നിങ്ങൾ വാശി പിടിച്ച് ഇവിടെ തുടർന്നാൽ പട്ടാളക്കാർ ഉടനെ തന്നെ ഇവിടെ എത്തും. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ശിമയോൻ, നിങ്ങളൊരു പുണ്യാളൻ ചമയേണ്ട കാര്യമില്ല. സ്വന്തം ഗുരുവിനെ ഒരു പരിചാരികയുടെ മുൻപിൽ തള്ളി പറഞ്ഞ ആളല്ലേ? തെറ്റാർക്കും പറ്റും. അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ പുണ്യാളൻ. ഇത് വാശിയുടെ കാര്യമല്ല, സ്നേഹത്തിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് മുൻപിൽ യേശുവിനെ പ്രത്യക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കും ഇവിടെ യേശുവിനെ കാണണം. അവന്റെ തിരുമുറിവുകളിൽ ചുംബിക്കണം. നിങ്ങൾ വെറുതെ സമയം പാഴാക്കുന്നു. നിങ്ങൾ രക്ഷപ്പെടാനുള്ള അവസാന ശ്രമവും നഷ്ടപ്പെടുത്തും. അവർ വാദപ്രതിവാദത്തിലേർപ്പെട്ട് വിലയേറിയ സമയം പാഴാക്കും. വാതിൽ തുറക്കൂ. പുറത്തെ വാതിൽ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. ഈ സത്രം മുഴുവൻ പട്ടാളം വന്നിരിക്കുന്നു. തുറക്കുകയാണെങ്കിൽ ചവിട്ടി പൊളിക്കേണ്ടി വരും. വാതിൽ തുറക്കൂ. ക്ലിയാപ്പോസ് വാതിൽ തുറക്കുന്നു. യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എല്ലാ കള്ളന്മാരും ഉണ്ടല്ലോ. നിങ്ങളുടെ കലാ പരിപാടികളെ കുറിച്ച് ഞങ്ങൾ അറിവ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് അനങ്ങിപ്പോകരുത്. നിങ്ങളെല്ലാവരും കുരിശിൽ നിന്ന് ജസ്റ്റ് മിസ്സായതല്ലേ? ഇനി കുരിശിലേക്ക് തന്നെ മടങ്ങാം. നിങ്ങളുടെ ഗുരു പോയ വഴിക്ക് തന്നെ നിങ്ങൾക്കും പോകാം. നിങ്ങളുടെ ഗുരു ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ വലിയ വീരവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എവിടെ? എന്റെ ഗുരുവിനെ പരിഹസിക്കുന്നോടാ തെമ്മാടി. അതിസാമർത്ഥ്യം കാണിക്കരുത്. 100 പട്ടാളക്കാരെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നവരെയാണ് ശതാധിപൻ എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ ഷോ കാണിക്കുന്നവരും നിങ്ങളുടെ ശിക്ഷ കൂടിക്കൂടി വരും. എന്നെ കീഴ്പ്പെടുത്താൻ സാധിച്ചാലും ഈ സത്രം വന്നിരിക്കുന്ന 100 പട്ടാളക്കാരെ പകവരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? സിലി ബോയ്സ്, നിങ്ങൾ അതിസാഹസം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ശിക്ഷ എനിക്ക് കുറയ്ക്കാമായിരുന്നു. കള്ളന്മാർ തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ഞങ്ങൾ കള്ളന്മാരെന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? രാത്രി നിങ്ങളല്ലേ യേശുവിന്റെ മൃതദേഹം കടത്തിക്കൊണ്ടുപോയത്? ആര് പറഞ്ഞു? അതിന് വല്ല തെളിവുമുണ്ടോ? തെളിവ് അത് ഞാൻ കൊണ്ടുവരാം. ഇതാണ് തെളിവ്. ഇവരാണ് കല്ലറയിൽ കാവൽ നിന്നത്. പറയണ സത്യം. എന്താണ് ആ രാത്രിയിൽ സംഭവിച്ചത്? ആ രാത്രിയിൽ ഇവർ അവിടെ വന്നിരുന്നു. യേശുവിനെ ഉയർപ്പിച്ചെന്ന് വരുത്തി തീർക്കാൻ ഇവർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. യേശു അവസാനിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ മർദ്ദിക്കുകയും ചെയ്തു. അതിന് സാക്ഷികളുണ്ട്. ഇവർ ആ വലിയ കല്ല് ഉരുട്ടി മാറ്റി വന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തടഞ്ഞില്ല? ഭീരുക്കൾ!
നേർക്കുതരം പറയുന്നു. യേശുവിനെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്ന് വ്യക്തമാണ്. ഇനി സത്യം പറയൂ, എവിടെയാണ് യേശു? അത് ഞങ്ങൾക്കറിയില്ല. പ്രവചനം അനുസരിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹും! നിങ്ങളെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യാൻ മാത്രമേ നിങ്ങൾ സത്യം പറയൂ. അത് ഞാൻ പറയിപ്പിച്ചോളാം. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ. ഇവരെ ഒറ്റയ്ക്ക് എനിക്ക് കിട്ടണം. നീ ഗവർണറുടെ അംഗരക്ഷകനല്ലേ? അതെ, പീലാത്തോസ് തിരുമനസ് ഉടനെ ഇങ്ങോട്ട് എഴുന്നള്ളുന്നു, ഭാര്യാസമേതം. ഇവിടെ മുഴുവൻ സുരക്ഷാ സൈനികരുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ ഇവിടെയുള്ളത് നന്നായി. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു പഴുതും സംഭവിക്കാൻ പാടില്ല. ശരി, ഇവിടെയുള്ള കാര്യം ഞാൻ ഏറ്റു. ഇനി ഇയാളുടെ ഒരു കുറവേ എവിടെയുള്ളൂ. വാക്കുകൾ ശ്രദ്ധിക്കുക ശിമയോൻ. നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരല്ലേ? അതെ. നിങ്ങൾ ഇവിടെയുണ്ട് എന്ന് മറിയം എന്നോട് വന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, ആരും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായിരുന്നു. യേശു നീതിമാനാണെന്നും അദ്ദേഹത്തെ ഒന്നും ചെയ്യരുതെന്നും ഞാൻ അദ്ദേഹത്തിനോട് കത്തയച്ചിരുന്നു. പക്ഷേ ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തുപോയി. നേരിട്ട് ഖേദം പ്രകടിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ വിളിക്കട്ടെ. ശരി, ദയവായി അദ്ദേഹത്തെ വിളിക്കൂ. ഇന്നലെ എനിക്ക് അന്ത്യവിധിയുടെ ദർശനമുണ്ടായി. ലോകാവസാന നാളിൽ ഈ ലോകത്തെ വിധിക്കുന്നത് മറ്റാരുമല്ല, ഞാൻ മരണത്തിന് വിധിച്ച യേശു. നിങ്ങളുടെ ഗുരുവിനോട് എനിക്ക് മാപ്പ് പറയണം. അതിന് സാധിക്കാത്തതിനാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേണ്ട തിരുമനസ്സേ, അങ്ങിങ്ങോട്ട് വന്നത് തന്നെ വലിയ കാര്യം. ഒരു അപരിചിതൻ പെട്ടെന്ന് കതക് തുറന്ന് അകത്തേക്ക് വരുന്നു. ആരാണ് നിങ്ങൾ? ഈ സത്രം മുഴുവൻ പട്ടാളം വളഞ്ഞിരിക്കുകയാണ്. ഓരോ മണൽത്തരിയും സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ്. അതിനിടയിൽ നിങ്ങൾ എങ്ങനെ അകത്ത് കയറി? അതൊരു അത്ഭുതമായി തോന്നുന്നുണ്ടോ ലോറിനോസ്? പക്ഷേ അതിലും വലിയ അത്ഭുതമല്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായത്? എന്റെ കണ്ണിന്റെ കാഴ്ചയുടെ കാര്യമാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? നിങ്ങൾ ആരാണ്? അത് നിങ്ങൾ വൈകാതെ മനസ്സിലാക്കും. നിങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ കൂടി കാണും. അത് പോട്ടെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ മ്ലാനവദനരായിരിക്കുന്നത്? ഈ ആഴ്ച ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ആളാണോ നിങ്ങൾ? പ്രമാണിമാരും അധികാരികളും ചേർന്ന് ഞങ്ങളുടെ ഗുരുവിനെ വധിച്ചു കളഞ്ഞു. ഇതെല്ലാം തിരുവഴുത്തിലുള്ളതാണല്ലോ. യേശയ്യ ദീർഘദർശി അത് പണ്ടേ പ്രവചിച്ചു. നിങ്ങളത് വായിച്ചിട്ടില്ലേ? പ്രവചനം അനുസരിച്ച് യേശു ഉയർത്തെഴുന്നേൽക്കണം. കല്ലറയിൽ പോയ സ്ത്രീകൾ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ നിങ്ങൾ വല്ലതും കഴിച്ചോ കുഞ്ഞുങ്ങളെ? ഞങ്ങളൊന്നും കഴിച്ചില്ല. ഞങ്ങളൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. സാരമില്ല കുഞ്ഞുങ്ങളെ, നമുക്കെല്ലാവർക്കും അത്താഴം കഴിക്കാം. എൻ്റെ കയ്യിൽ കുറച്ചപ്പമുണ്ട്. അനന്തരം അവിടെ നിന്ന് അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകി.
റബ്ബി റബ്ബി, അനന്തരം അവിടെ നിന്ന് ശതാധിപനെ വിളിച്ച് ഇങ്ങനെ പറയുന്നു: കുഞ്ഞെ, എന്റെ രക്തം കൊണ്ടാണ് നീ സുഖപ്പെട്ടത് എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? നീയല്ലേ അപ്പോൾ അലറി വിളിച്ചത് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്ന്? അപ്പോൾ ശതാധിപനം യേശുവിന്റെ കാൽക്കൽ വീഴുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, പീലാത്തോസേ, ഇങ്ങോട്ട് വരൂ. നീ കൈ കഴുകിയത് മുതൽ നിന്റെ വലതുകരം വിറയ്ക്കുമായിരുന്നു അല്ലേ? ശരിയാണ്. അങ്ങയുടെ മരണവിധിക്ക് ശേഷം സ്വസ്ഥത ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ കൈ അതിനുശേഷം വിറച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മാനുഷികമായി വിധിക്കുന്നു. അങ്ങാകട്ടെ അന്ത്യവിധി നാളിൽ ഈ ലോകത്തെ മുഴുവൻ വിധിക്കും. അത് ഞാൻ മനസ്സിലാക്കുന്നു. നീ ശരിയായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നിന്റെ ഈ കൈ ഒരിക്കലും വിറയ്ക്കുകയില്ല. തെറ്റുകൾ ചെയ്യാത്തവരായി ഈ ലോകത്തിൽ തന്നെ ആരുമില്ല. പടയാളി ആയാലും ഗവർണർ ആയാലും. പക്ഷേ എന്നാൽ അത് കണ്ട് തിരുത്തുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ അത് ചെയ്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നോടുകൂടെ പറുദീസയിലായിരിക്കും.